മാഷ ആൻഡ് ദ ബിയർ എപ്പിസോഡ് 6 ജാം ഡേ. കിട്ടു സ്ട്രോബെറി, ആപ്പിൾ, ബെറീസ് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഒരു കൊട്ട നിറച്ചു വെച്ചിട്ടുണ്ട്. സർക്കസിൽ അഭ്യാസങ്ങൾ ചെയ്യുന്നത് പോലെയാണ് കിട്ടു തൻ്റെ ജോലികൾ ചെയ്യുന്നത്. എന്തൊരു ഭംഗിയായി, എന്ത് ടാലൻ്റായാണ് കിട്ടു ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവൻ ഓരോ ഫുഡും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാട്ടെല്ലാം പാടിക്കൊണ്ട്. അപ്പോഴാണ് നമ്മുടെ മാഷ കിട്ടു എന്ന് വിളിച്ചു വരുന്നത്. അതോടെ കിട്ടുവിൻ്റെ എല്ലാ കൺട്രോളും പോയി, എല്ലാം തകിടം മറിഞ്ഞു. നോക്കുമ്പോൾ നമ്മുടെ മാഷക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് മൊത്തം കഴിച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ അവൾ അവിടെ ഉണ്ടാക്കിയിരുന്ന സ്ട്രോബെറി ജാമിൽ നിന്നും കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഇത് കൊള്ളാം, പക്ഷേ എന്തോ മിസ്സിങ് ആണല്ലോ. കിട്ടുവിനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. കിട്ടു ഒന്നും മിസ്സിങ് അല്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മാഷയെ അവിടുന്ന് മാറ്റുന്നു. എന്നാൽ മാഷ അവിടെ ഉണ്ടായിരുന്ന ഭരണി പോലത്തെ ഒരു പാത്രത്തിൽ തലയിട്ട് കളിക്കുന്നു. ഇത് കണ്ട് കിട്ടു എൻ്റെ ദൈവമേ, ഇവളെ കൊണ്ട് തോറ്റു. മാഷ പറന്ന് ആ ഫുഡിലേക്ക് വീഴാൻ പോയെങ്കിലും കിട്ടു പിടിച്ചു. ഇനി ഈ ഭരണി പാത്രത്തിൽ നിന്ന് എങ്ങനെ ഇവളുടെ തല ഊരിയെടുക്കുക? കിട്ടുവിനാണെങ്കിൽ കിട്ടുന്നുമില്ല. കിട്ടു അവിടെ നിന്നും മാറിയതും നമ്മുടെ മാഷ സിമ്പിളായി അതിൽ നിന്നും തല ഊരി പിന്നെ വീണ്ടും ആ ഭരണിക്കുള്ളിൽ തന്നെ തലയിട്ടു. ഇതൊന്നും നമ്മുടെ കിട്ടുവിനറിയില്ലല്ലോ. അവൻ വന്നു നോക്കുമ്പോൾ നമ്മുടെ മാഷ ദേ തല കുത്തി നിൽക്കുന്നു. വാ പെണ്ണെ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ആ പാത്രത്തിൽ പിടിച്ചു വലിച്ചു. ഹോ ഗോഡ്, എൻ്റെ തലയൊന്നും പറഞ്ഞു പോയിട്ടില്ലല്ലോ. മാഷയുടെ തലയിൽ നിന്ന് ആ പാത്രം ഊരി. എന്നാൽ ഇപ്പോൾ അത് കിട്ടുവിൻ്റെ കൈ കുടുങ്ങിയിരിക്കുകയാണ്. കിട്ടു കെടുന്നും ഇരുന്നും എല്ലാം വലിച്ചു നോക്കുന്നു, എന്നാൽ അത് കിട്ടുന്നില്ല. കിട്ടു, ഞാൻ സഹായിക്കാം. മാഷ പിടിച്ചു വലിച്ചതും കിട്ടു തെറിച്ചു പോയി ആ സ്ട്രോബെറി ജാമിലേക്ക് വീണ് അതും ആകെ കുളമായി. എൻ്റെ സ്ട്രോബെറി ജാം, എല്ലാത്തിനും കാരണം നീയാണ്. ഇനി ഞാൻ വീണ്ടും ഫ്രൂട്ട്സ് എല്ലാം പറിക്കാൻ പോകേണ്ടേ? കിട്ടു ദേഷ്യത്തിൽ കാട്ടിനുള്ളിലേക്ക് പോയി. കിട്ടു ഞാനുമുണ്ട്. മാഷ പിന്നാലെ പോയി. എന്നാൽ കിട്ടു വന്ന വഴിക്കന്നെ അവളെ തിരിച്ചോടിച്ചു. മാഷ നോക്കുമ്പോൾ ദാ ഇവിടെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. അവൾ ഓടിച്ചെന്ന് ഒരുപാട് പാത്രങ്ങൾ എടുത്തു. എന്നിട്ട് തൻ്റെ കൂട്ടുകാരായ അണ്ണാൻ, മുയൽ, മുള്ളംപന്നി ഇവരോടെല്ലാം തനിക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം പറിച്ചു കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് നമ്മുടെ മാഷ തന്നെ കിട്ടുവിനായി ഒരു ഡിന്നർ ഒരുക്കുകയാണ്. പാട്ടെല്ലാം പാടി വളരെ എൻജോയ് ചെയ്ത് തൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ മാഷ അടിപൊളി ഫുഡുകൾ ഉണ്ടാക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിട്ടുവിനെയാണ്. അവൻ ഓരോ ഫ്രൂട്ട് എടുക്കുമ്പോഴും ഓരോ കുട്ടി എനിമൽസ് വന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നു. ആപ്പിൾ എല്ലാം ഒരു തട്ടിൽ തന്നെ അവൻ എറിഞ്ഞു വീഴ്ത്തുന്നു. എന്നാൽ അതെല്ലാം ഓരോ മുള്ളംപന്നികൾ വന്ന് എടുത്തുകൊണ്ടുപോയി. ഷടാ, എന്തൊരു കഷ്ടമാണ്. ഇത്രയും നേരം നടന്നിട്ട് ആ കൊട്ടയിൽ ഒരു ഫ്രൂട്ട് പോലും കിട്ടിയിട്ടില്ല. ബെറീസ് പറിക്കാനായി നിന്നപ്പോൾ ദേ ഒരു ഗേൾ ബിയർ അതിനെ വളക്കാനൊന്ന് നോക്കി. എന്നാൽ നാണം കെട്ടു, കാരണം കയ്യിൽ ഭരണി കുടുങ്ങിയിരിക്കുകയല്ലേ. കിട്ടു നൈസായി അവിടെ നിന്നും മുങ്ങി. നേരം ഒരുപാടായി, രാത്രിയായി. ഇതുവരെ ആയിട്ടും ജാം ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട് കിട്ടുവിന് കിട്ടിയിട്ടില്ല. കിട്ടു വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ സർപ്രൈസ് ആയി പോയി. കാരണം മാഷ കിട്ടുവിനായി ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. മാഷ കിട്ടുവിന് സ്ട്രോബെറി ജാം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. വാവ്, എന്തൊരു ടേസ്റ്റ്. കിട്ടു ഓരോ ഫുഡായി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഫുഡും വയറ് നിറച്ച് കഴിച്ച് ഇരിക്കുമ്പോൾ മാഷ മെല്ലെ വന്ന് ആ ഭരണി പാത്രം കിട്ടുവിൻ്റെ കയ്യിൽ നിന്നും ഊരിയെടുത്തു. ഇത് ഇത്രക്ക് സിമ്പിൾ ആയിരുന്നു. എന്നിട്ട് മാഷ തന്നെ അത് തൻ്റെ തലയിൽ ഇട്ടിട്ട് വീണ്ടും കളിക്കുന്നു. എങ്ങനെയാണെങ്കിലും നമ്മുടെ മാഷയുടെ കുസൃതി തീരില്ല. ഇങ്ങനെ കാണിച്ച് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് കിട്ടുവിനെയാണോ മാഷയെയാണോ ഇഷ്ടമായതെന്ന് തീർച്ചയായും കമൻറ്റിൽ പറയുക. മാഷ ആൻഡ് ദ ബിയറിൻ്റെ അടുത്ത എപ്പിസോഡ് കാണാനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂട്ടുകാർക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.